സ്വാഗതം. ആധ്യാത്മിക രംഗത്തെ സൗമ്യ സുന്ദര മുഖമാണ് ഡോക്ടർ ആർ രാമാനന്ദ്. അപ്പോൾ രാമാനന്ദ് അദ്ദേഹം നമ്മുടെ സ്റ്റുഡിയോയിൽ വരണമെന്ന് നമ്മൾ കുറേ കാലമായി ആഗ്രഹിക്കുന്നുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ രണ്ടു കൂട്ടരുടെയും അസൗകര്യം കൊണ്ട് നീണ്ടുപോയി. അപ്പോൾ അഭിനവ ഗുപ്ത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് സ്പിരിച്വൽ സ്റ്റഡീസ് അല്ലേ, സ്റ്റഡീസിൻ്റെ ഡയറക്ടറാണ് ഡോക്ടർ ആർ രാമാനന്ദ്. അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് വിശദമായിട്ട് വഴിയെ പറയാം. അദ്ദേഹം ആധ്യാത്മിക രംഗത്ത് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്ന കേരളത്തിലെ ഒരു ശബ്ദമാണ് ഡോക്ടർ രാമാനന്ദിൻ്റേത്. മാത്രമല്ല അദ്ദേഹം ഒരു സാഹിത്യ കലാരംഗത്തുമൊക്കെ പ്രവർത്തിക്കുന്ന ആളാണ്. ഇപ്പോൾ ഇറങ്ങാൻ പോകുന്ന കടമറ്റത്ത് കത്തനാർ അല്ലേ, ആ സിനിമയുടെ തിരക്കഥ ഒക്കെ അദ്ദേഹത്തിൻ്റെതാണ്. അതിലൊക്കെ ഉപരി മലയാളിയുടെ എക്കാലത്തെയും അഭിമാനവും അത്ഭുതവും സ്നേഹവുമായ മോഹൻലാലിൻ്റെ ആത്മീയ സഹചാരി എന്നൊരു വിശേഷം കൂടി ഞാൻ പറഞ്ഞോട്ടെ, കുഴപ്പമുണ്ടോ? പറഞ്ഞോളൂ. സഹചാരിയാണല്ലോ. സഹചാരിയാണ് നമ്മളെല്ലാവരും സഹചാരികളാണ്. അതെ. അപ്പോൾ എല്ലാ പ്രേക്ഷകരും മോഹൻലാലിൻ്റെ സഹചാരികളാണ്. അതുപോലെ ഞാനും ഒരു അങ്ങനെയല്ല അങ്ങനെ പറഞ്ഞ് പ്രേക്ഷകരെയും എന്നെ കബളിപ്പിക്കണ്ട. അങ്ങും മോഹൻലാലും തമ്മിലുള്ള ആത്മാർത്ഥമായ അടുപ്പം എനിക്കറിയാം. അപ്പോൾ അത് നിഷേധിക്കണ്ട. അപ്പോൾ മോഹൻലാലിൻ്റെ ആത്മാവിനോട് ചേർന്ന് നിൽക്കുന്ന ഒരാളെന്ന് ഞാനങ്ങ് പറയുകയാണ്. അത് ഭാരമാവില്ല എന്ന് കരുതും. ഏതായാലും ഞാനിപ്പോൾ അങ്ങേ എനിക്ക് വേണം എന്ന് ഞാൻ തീരുമാനിച്ചത് നമ്മുടെ പ്രേക്ഷകർക്ക് ഒരു പുതിയൊരു സന്ദേശം കൊടുക്കാൻ. അപ്പോൾ നമ്മൾ ഓപ്പറേഷൻ സിന്ദൂരൊക്കെ കഴിഞ്ഞിട്ട് നിൽക്കുകയാണ്. പഹൽഗാമിലെ കൂട്ടക്കൊല നമ്മളെ വല്ലാതെ ഉലച്ചു. കാശ്മീർ പഴയ കാശ്മീരല്ല, പുതിയ കാശ്മീർ വല്ലാതെ മാറി. ആർട്ടിക്കിൾ 370 സ്ക്രാപ്പ് ചെയ്തതിന് ശേഷം ഞങ്ങളൊരു കണക്ക് കണ്ടത് 2.9 മില്യൺ ടൂറിസ്റ്റുകളാണ് കഴിഞ്ഞ വർഷം കാശ്മീരിലേക്ക് പോയത്. ലോകത്തിൻ്റെ വിനോദസഞ്ചാര ഭൂപടത്തിൽ വീണ്ടും മലർക്ക തുറന്ന വാതിലുകളുമായി കാശ്മീർ നിൽക്കുമ്പോഴാണ് ഈ ഭീകരമായ ആക്രമണം നടന്നത്. അപ്പോൾ കാശ്മീരിൽ ഇപ്പോൾ പോകുന്ന ആൾക്ക് ഭയമാണ്. അപ്പോഴാണ് ഞാൻ കേൾക്കുന്നത് അങ്ങയുടെ നേതൃത്വത്തിൽ ബുള്ളറ്റുകൾ കൊണ്ട് നേരിടാൻ 100 ചെറുപ്പക്കാർ ജൂൺ മാസം 1-ാം തീയതി ഇവിടെ നിന്ന് ശങ്കരൻ്റെ കാലടിയിൽ നിന്ന്, ആദിശങ്കരൻ ജനിച്ച കാലടിയിൽ നിന്ന് അദ്ദേഹം സ്ഥാപിച്ച ശാരദാപീഠം വരെ ഒരു യാത്ര പോകുന്നു. ബുള്ളറ്റുകളിൽ 100 ചെറുപ്പക്കാർ. എങ്ങനെയാണ് ഇതിന് ധൈര്യം വന്നത്? ധൈര്യം വന്നത് വാസ്തവത്തിൽ ആ വിഷമത്തിൽ നിന്നുണ്ടായ ഒരു പ്രതികരണമായിട്ടാണ്. ധൈര്യം ഇല്ലാത്തൊരു സാഹചര്യം ഉണ്ടായില്ല ആ വിഷയത്തിൽ. കാരണം ഞാൻ കഴിഞ്ഞ 4 വർഷമായിട്ട് ഇത് കൺസീവ് ചെയ്തത് അങ്ങയുടെ ആശയമാണോ? അതെ. ചലോ എൽ ഒ സി. അതിനൊരു കാരണമൊക്കെ ഉണ്ട്. ഞാൻ കഴിഞ്ഞ 4 വർഷമായിട്ട് നിരന്തരം കാശ്മീരിൽ പോയിക്കൊണ്ടിരിക്കുന്ന ആളാണ്. നമ്മുടെ സ്ഥാപനത്തിൻ്റെ കാര്യങ്ങൾക്കായിട്ടും ഞാൻ പൊതുവെ പിന്തുടരുന്നത് കാശ്മീര ശൈവ പദ്ധതി ആയതുകൊണ്ടൊക്കെ കാശ്മീരുമായിട്ടുള്ള ഒരു അഭേദ്യമായ ബന്ധം എനിക്കുണ്ട്, വിശേഷ കേരളത്തിനുണ്ട്. ഈ പെഹൽഗാം ആക്രമണം നടക്കുന്നതിൻ്റെ 2 ആഴ്ച മുമ്പ് ഞാൻ കാശ്മീരിലുണ്ടായിരുന്നു. പെഹൽഗാമിൽ പോയിട്ടില്ല, മറ്റ് പല സ്ഥലങ്ങളിലും പോയി. LOC വരെ പോയി. ഞാൻ LOCയിൽ ഒരു ദിവസം താമസിക്കുകയും ചെയ്തു. അവിടെ ടീത്വാളിൽ ശാരദാ യാത്രാക്ഷേത്രം എന്ന് പറയുന്നൊരു ക്ഷേത്രമുണ്ട്. ടീത്വാൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ അവസാനത്തെ ഗ്രാമമാണ്. എന്ന് വെച്ചാൽ ഭാരതത്തിൻ്റെ കയ്യിലുള്ള അവസാനത്തെ ഗ്രാമം. അവിടെ ഒരു നദി ഒഴുകുന്നുണ്ട്, കിഷൻ ഗംഗയാണ് ലൈൻ ഓഫ് കൺട്രോൾ. വേറെ ഫെൻസിങ് ഒന്നുമില്ല. ഒരു പാലുണ്ട്, ആ പാലത്തിനുള്ളൊരു വെള്ള വര വരച്ചിട്ടുണ്ട്. അപ്പുറത്ത് പാകിസ്ഥാൻ, ഇപ്പുറത്തില്ല. ശരിക്കും പാകിസ്ഥാൻ നമ്മൾ പറയരുത്, കാരണം അത് POJK, പാകിസ്ഥാൻ ഒക്യുപ്പൈഡ് ജമ്മു കാശ്മീർ. ജമ്മു ആൻഡ് കാശ്മീർ എന്ന് പോലും പറയരുതെന്ന അഭിപ്രായക്കാരനാണ് ഞാൻ. ജമ്മു കാശ്മീർ അതൊരൊറ്റ സ്വത്വമാണ്. പാകിസ്ഥാൻ ഒക്യുപ്പൈഡ് ജമ്മു കാശ്മീർ. അവിടെ അതാണ് വാസ്തവത്തിൽ അപ്പുറത്തുള്ളത്. പക്ഷെ നമ്മൾ മലയാളികൾ പൊതുവിൽ ജമ്മു കാശ്മീർ തന്നെയാണ് പറയാറുള്ളത്. മലയാളികൾ ഇംഗ്ലീഷിൽ എഴുതുമ്പോൾ ജമ്മു ആൻഡ് കാശ്മീർ എന്ന് പറയാറുള്ളത്. അപ്പോൾ അതൊരു നാഷണൽ നറേറ്റീവും കൂടിയാണ്. ജമ്മു കാശ്മീർ എന്ന് പറയണം, ജമ്മു ആൻഡ് കാശ്മീർ എന്ന് പറയരുത് എന്നുള്ളത്. അപ്പോൾ അത്രയും അടുത്ത് എന്ന് വെച്ചാൽ ഈ പറഞ്ഞ പോലെ ഡ്രോൺ അറ്റാക്കോ മിസൈൽ അറ്റാക്കോ ഒന്നും വേണ്ട. ഞാൻ തമാശയ്ക്ക് തന്നെ പറഞ്ഞു, പാകിസ്ഥാൻ ഒരു കൈബോംബ് എടുത്ത് എറിഞ്ഞാൽ നമുക്ക് കൊള്ളും, അത്ര ദൂരത്തിലാണ് LOC ടീത്വാളുകൾ. അവിടെ രവീന്ദ്ര പണ്ഡിത എന്ന് പറയുന്ന ഒരു കശ്മീരി പണ്ഡിറ്റ്, ജോഗീന്ദർ സിംഗ് എന്ന് പറയുന്ന ഒരു സിഖുകാരൻ, പിന്നെ കുറച്ച് താല്പര്യമുള്ള കുറച്ച് ആളുകൾ, ത്രിഭുവനി എന്ന് പറഞ്ഞൊരു സിഖ് ഗ്രാമമുണ്ട് അവിടെ അടുത്ത് ടീത്വാളിൽ തന്നെ. ഇവരെല്ലാവരും കൂടെ അഭിമാനത്തിൻ്റെ സ്തംഭം എന്ന നിലയിൽ ഒരു ശാരദാ യാത്രാക്ഷേത്രം നിർമ്മിച്ചിരിക്കുകയാണ്. രവീന്ദ്ര പണ്ഡിത 65 വയസ്സോളം പ്രായമുള്ള ഒരാളാണ്, വളരെ പ്രസിദ്ധനായിട്ടുള്ള ആളാണ്. അദ്ദേഹത്തിൻ്റെ ഈ പ്രായത്തിലും അദ്ദേഹം ഡൽഹിയിൽ നിന്ന് ശ്രീനഗർ വരും, ശ്രീനഗറിൽ നിന്ന് കാർ ഓടിച്ച് ടീത്വാളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം താമസിക്കുന്നത് ഈ പാകിസ്ഥാൻ്റെ മൂക്കിൻ്റെ തുമ്പിലാണ്. അദ്ദേഹം അവിടെ സ്വതന്ത്രമായി നടക്കുന്നു. കല്ലെടുത്തെറിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ നേതൃത്വമുള്ളൂ. ഒരു വലിയ ക്ഷേത്രം കെട്ടിപ്പൊക്കിയിരിക്കുകയാണ്. ആ ക്ഷേത്രത്തിൻ്റെ മാതൃക പാക് ഒക്യുപ്പൈഡ് കാശ്മീർ എന്ന് പറയുന്ന ഭാഗം, അവിടെ ഇരിക്കുന്ന നമ്മുടെ ശാരദാപീഠം
ആ ശാരദാപീഠം നമ്മുടെയൊക്കെ ഒരു നോവാണ്. ശാരദാപീഠം എന്ന് പറയുന്നത് ശരിക്കും POK അല്ലേ? അതെ, അത് അപ്പുറത്താണുള്ളത്. അപ്പുറത്താണ്. നമുക്ക് അവിടെ ഈ ഞാൻ പറയുന്ന സ്ഥലത്ത് നിന്ന് 83 കിലോമീറ്റർ സഞ്ചരിച്ചാൽ മാത്രമേ ഈ അതിൻ്റെ അവസ്ഥ കണ്ടിട്ടുണ്ടല്ലോ, അത് പൊളിഞ്ഞു കിടക്കുകയാണ്. നമുക്ക് പോകാനൊന്നും കഴിയില്ല, ഒരിക്കലും പോകാൻ പറ്റില്ല. നമുക്ക് അങ്ങോട്ട് പെർമിഷൻ ഇല്ല. അത് മറ്റൊരു രാജ്യമായിട്ട് തന്നെയാണ് അവർ കണക്കാക്കുന്നത്. ഇന്ത്യക്കാർ ഒരിക്കലും പെർമിറ്റ് ചെയ്യില്ല. വേറെ ഏതെങ്കിലും വിദേശികൾക്ക് അതിലേ വന്നിട്ട് വേണം പോയി കാണാം. അങ്ങനെ പോയി കാണുന്നവരുണ്ട് കേട്ടോ. ഹിന്ദുക്കളായിട്ടുള്ള ആളുകൾ തന്നെ മറ്റ് രാജ്യത്തിൻ്റെ പൗരത്വമൊക്കെ ആണെങ്കിൽ പലപ്പോഴും ഇന്ത്യൻ പൗരത്വമാണ് സമ്മതിക്കില്ല. അങ്ങനെ വന്ന് അതിലേ വരുന്ന ഒക്കെ സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ പോകാറുമുണ്ട്. ഈ ക്ഷേത്രം എന്താണെന്ന് ചോദിച്ചാൽ ഭാരതത്തിൻ്റെ ജ്ഞാനത്തിൻ്റെ മകുടാണ്. ആദിശങ്കരാചാര്യർ കാലടിയിൽ നിന്ന് കാൽനടയായി നടന്ന് ശങ്കര ദിഗ്വിജയം കഴിഞ്ഞ് ജ്ഞാനത്തിൻ്റെ കേദാരമായ കാശ്മീരത്തിൽ പോയി കാശ്മീരത്തിലെ സർവജ്ഞപീഠം കയറിയിരിക്കുന്നത് ഇവിടെയാണ്. അതുകൊണ്ട് നമ്മൾ മലയാളികൾക്ക്, കേരളീയർക്ക് അഭേദ്യമായ ബന്ധം ഉണ്ടാവേണ്ട ഒരു സ്ഥലമാണ് ശാരദാപീഠം. പക്ഷെ അവിടേക്ക് നമുക്ക് പോകാൻ പറ്റുന്നില്ല. ആ ക്ഷേത്രത്തിൻ്റെ മാതൃകയിൽ ഒരു ക്ഷേത്രം ശാരദാ യാത്രാക്ഷേത്രം എന്നാണ് പേരിട്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ഒരു നാൾ നമ്മൾ ശാരദയിലേക്ക് പോകും, ആ വഴിയിലൊരു ക്ഷേത്രം ഞങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ ധീരതയുടെ 5% ധീരത പോലും ബുള്ളറ്റ്സ് അഗെയിൻസ്റ്റ് ബുള്ളറ്റ്സിന് ഇല്ലാതെ എൻ്റെ അഭിപ്രായം. അദ്ദേഹത്തെ കണ്ടപ്പം എനിക്ക് വലിയ അത്ഭുതമായി. കാരണം ഈ പ്രായത്തിൽ ഇത്രയും ഉശിരോടുകൂടെ ഒരു വലിയ ശത്രുരാഷ്ട്രം അപ്പുറത്ത് നിൽക്കുകയാണ്. ഭീകരവാദികളുണ്ട്, ഇന്റേണൽ ത്രെഡ്സ് ഉണ്ട്. ഇതിനൊന്നും ഭയപ്പെടാതെ ഒരു മനുഷ്യൻ ഒറ്റയ്ക്ക് കാർ ഓടിച്ചിട്ട് ഇത്വാളിൽ വരികയും അവിടുത്തെ ക്ഷേത്രത്തിൻ്റെ കാര്യങ്ങൾ നിർവഹിക്കുകയും ചെയ്യുന്നു എന്ന് പറയുന്നത് അത്ഭുതകരമായിട്ടുള്ളൊരു കാര്യമാണ്. ഈ യാത്ര കഴിഞ്ഞ് ഞാൻ വന്ന് 2 ആഴ്ച കഴിയുമ്പോഴാണ് പെഹൽഗാമിലെ സംഭവം ഉണ്ടാകുന്നത്. ആ യാത്രയുടെ ഇടയിലൊക്കെ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നു, കാശ്മീർ ശാന്തമായി, പക്ഷെ പറയാൻ പറ്റില്ല, ഏതെങ്കിലും ഒരു ഭാഗത്ത് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ നമ്മളിവിടെ പെട്ടുപോകും. ഏതാണ്ട് 8 or 9 ആർമി ചെക്ക് പോസ്റ്റ് കടന്നിട്ട് വേണം ടിത്വാളിലെത്താൻ. ഏതെങ്കിലും ഒരു സ്ഥലത്ത് ലോക്ക് ചെയ്താൽ, പെഹൽഗാം അന്നായിരുന്നു സംഭവിച്ചെങ്കിൽ ഞങ്ങൾക്ക് തിരിച്ചു വരാൻ പറ്റില്ല. ഷെല്ലാക്രമണം അങ്ങോട്ട് നടക്കുകയാണെങ്കിൽ, പക്ഷെ എന്തോ ദൈവാധീനം അല്ലെങ്കിൽ ഭാഗ്യം അല്ലെങ്കിൽ പരാശക്തിയുടെ കൃപ, അതുകൊണ്ട് ശാരദാ യാത്രാക്ഷേത്രത്തിന് നേരെ ഒരൊറ്റ ബുള്ളറ്റ് പോലും ഫയർ ചെയ്തിട്ടില്ല ഇതുവരെ. കാരണം അവർക്ക് ആദ്യം ചെയ്യാവുന്ന ഒരു കാര്യമാണ്, അത് ഉണ്ടായിട്ടില്ല. ആ സാഹചര്യത്തിലാണ് പെഹൽഗാം ആക്രമണം ഉണ്ടാകുന്നത്. പെഹൽഗാം ആക്രമണം ഉണ്ടായ പിറ്റേ ദിവസം, അന്ന് രാത്രി വളരെ അസ്വസ്ഥമായ രാത്രിയായിരുന്നു ഭാരതീയർക്ക് എല്ലാവർക്കും. പിറ്റേ ദിവസം രാവിലെ ഞാൻ നോക്കുകയാണ്, ഒരുപാട് കമൻറ്റുകളും ഫേസ്ബുക്ക് പോസ്റ്റുകളും വരികയാണ്. പ്രധാനമന്ത്രി എന്താ ഒന്നും ചെയ്യാത്തത്, പട്ടാളം എന്താണ് പ്രതികരിക്കാത്തത്, ഞങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം ഇല്ലേ. അപ്പോൾ അതായത് വളരെ ദേശീയവാദികൾ എന്ന് പറയുന്ന ആളുകളൊക്കെ തന്നെയാണ് ഇങ്ങനെ എഴുതുന്നത്. അതെ അതെ. അപ്പോൾ എനിക്ക് തോന്നി, ഞാൻ എന്താണ് ചെയ്യുക? പ്രധാനമന്ത്രി ചെയ്യുന്നത് പ്രധാനമന്ത്രി ചെയ്യും, അതെ. സൈന്യം ചെയ്യേണ്ടത് സൈന്യം ചെയ്യും. ഓപ്പറേഷൻ സിന്ദൂർ സംഭവിച്ചിട്ടില്ല എന്ന്. ഒരു പൗരൻ എന്ന നിലയിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു പൗരൻ എന്ന നിലയിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? എനിക്ക് ധൈര്യമുണ്ടോ ഇങ്ങനൊരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെടാൻ? മലയാളികൾക്ക് പൊതുവെ ഇതൊക്കെ എളുപ്പമുള്ള കാര്യമാണ് ഇങ്ങനെ എഴുതാനൊക്കെ. കാരണം ഇന്ന് വരെ ഒരു ബുള്ളറ്റ് ഫയർ ചെയ്യുന്നവർ കണ്ടിട്ടില്ല, ഒരു വെടിയൊച്ച ചെവി കൊണ്ട് കേട്ടിട്ടില്ല. കാശ്മീരിലൊക്കെ താമസിക്കുന്ന ആളുകൾ അവരുടെ ബാല്യം, കൗമാരം, വാർദ്ധക്യവും ഒക്കെ ഈ വെടിയൊച്ചകളാൽ മുഖരിതാണ്. അതിൻ്റെ ട്രോമയിൽ ജീവിക്കുന്ന ആളുകളാണ്. പൊട്ടിയ ഷെല്ലിൻ്റെ ബാക്കി കൊണ്ട് പന്ത് കളിക്കുന്നവരാണ് ആളുകളാണ്. അപ്പം നമ്മളൊന്നും ചെയ്തിട്ടില്ല. ആ സമയത്താണ് പെഹൽഗാം അറ്റാക്കിനെ കണ്ടം ചെയ്തുകൊണ്ട് ഒരു പോസ്റ്റ് ഇടുകയും അതിൻ്റെ താഴെ ബുള്ളറ്റുകൾക്കെതിരെ ബുള്ളറ്റ്, അവരുടെ ബുള്ളറ്റ് നമ്മുടെ നിശബ്ദമാക്കാൻ വേണ്ടി നമ്മുടെ നെഞ്ചിലേക്ക് ഉതിർത്തതാണെങ്കിൽ നമ്മുടെ ബുള്ളറ്റ് നമ്മുടെ റോയൽ എൻഫീൽഡ് ബുള്ളറ്റാണ്. അതിനാണല്ലോ നമ്മൾ ബുള്ളറ്റ് നമുക്ക് ആകെ അറിയാവുന്നതാണ്. അതാണ് ആ ബുള്ളറ്റ് കൊണ്ട് ജനാധിപത്യപരമായ രീതിയിൽ ഒരു പ്രതിഷേധം, ഒരു പൗരൻ്റെ പ്രതിഷേധം നടത്താം. അപ്പോൾ അങ്ങനെ പോകാൻ ആരും തയ്യാറുണ്ടോ എന്ന് ചോദിച്ചാൽ ആദ്യം ഞാൻ എന്ത് പറയണം? അങ്ങനെ ഓടുന്ന വണ്ടികളുടെ മുമ്പിൽ ഞാൻ ഉണ്ടാവും. ഇഫ് എ ബുള്ളറ്റ് ഇസ് ഫയർഡ്, അത് ആദ്യം എൻ്റെ നെഞ്ചത്തായിരിക്കും. അങ്ങനെ പറയുന്ന ഒരു പോസ്റ്റ് ഇട്ടു. ആ പോസ്റ്റിന് വലിയ പ്രതികരണം ലഭിച്ചു. ഏതാണ്ട് 1000 ചില്ലാൻ പേരോളം നമ്മുടെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി അതിൽ ചേർന്നു. ആ ഗ്രൂപ്പ് വളരെ അത്ഭുതകരമായ ഗ്രൂപ്പാണ്. കാരണം അതിൽ ഒരു പകുതിയോളം പേര് നുഴഞ്ഞുകയറ്റക്കാരാണ്. അപ്പം ഞാൻ രാജ്യത്തിൻ്റെ പുറത്തുള്ള അതിലും അധികം നുഴഞ്ഞുകയറ്റം അകത്തുണ്ടെന്ന് എനിക്ക് എപ്പോഴാണ് മനസ്സിലായത്. അപ്പോൾ ആ ഗ്രൂപ്പ് ഞാൻ കീപ്പ് ചെയ്തിട്ടുണ്ട് ഈ പ്രൊഫൈലുകളൊക്കെ നോക്കാൻ വേണ്ടി. അല്ല, അവർ വന്നിട്ട് ഇതിനെതിരെ സംസാരിക്കില്ല, അവരെന്താണ് മൂവ്മെന്റ് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ്. എന്തായാലും എന്താണ് ഇപ്പോൾ ഇത് പരിപാടി എന്നറിയാനായിരിക്കും. ചിലപ്പോൾ ഒരു ഓർഗനൈസ്ഡ് അറ്റംപ്റ്റ് ആയിരിക്കാം, ചിലപ്പോൾ ഒറ്റയ്ക്ക്. പക്ഷേ ഓർഗനൈസ്ഡ് ആണെന്ന് എനിക്ക് തോന്നുന്നു. ഇത്രയും പേര് ഒരുമിച്ച് തീർച്ചയായിട്ടും എനിക്കും ഉണ്ട് അത്തരം അനുഭവങ്ങൾ. അങ്ങനെ കയറിയിരിക്കുന്നു. ആ ഗ്രൂപ്പ് ഞാൻ അതുപോലെ കീപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പേരൊക്കെ മാറ്റിയിട്ടാണ് ഗ്രൂപ്പിൽ ചേരുക. പക്ഷേ പേരൊക്കെ മാറ്റി ചേർന്നാലും ഈ ടാഗ് ഉണ്ടല്ലോ, ഈ വാട്സാപ്പിൻ്റെ ടാഗ്, അതിൽ ഒരു തണ്ണിമത്തൻ്റെ ഫോട്ടോ ഉണ്ടാവും.
ഈ തണ്ണിമത്തൻ്റെ ഫോട്ടോ കണ്ടാൽ നമുക്കറിയാം, ഹമാസ് അനുകൂലികളാണ് ആണ് കയറുന്നതെന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധി, സാമൂഹിക സാക്ഷരത നമുക്കുണ്ടല്ലോ. അത് അവരെന്തോ മായ്ക്കാൻ വിട്ടുപോകുന്നതോ അല്ലെങ്കിൽ അത് ശ്രദ്ധിക്കില്ല എന്ന് വിചാരിച്ചിട്ടൊക്കെ പറ്റുന്നതാണ്. അങ്ങനെ ഉണ്ടായി ആ ഗ്രൂപ്പിൽ. അതിന്ന് നമ്മൾ വളരെ ഫിൽട്ടർ ചെയ്ത് ഒരു 100 പേരിലേക്ക് എടുത്തു. അവിടുന്ന് അങ്ങനെ 5 or 6 ലെവൽസ് ഓഫ് ഫിൽട്രേഷൻ കഴിഞ്ഞിട്ടുള്ള ആളുകളാണ് ഇപ്പം നമുക്ക് കോറായിട്ടുള്ളത്. എൻ്റെ അത്ഭുതം, ഒരു പോസ്റ്റ്, ആ പോസ്റ്റ് കണ്ടിട്ട് ഇത്രയും ആളുകൾ, ദേശാഭിമാനമുള്ള അത്രയും ആളുകൾ, അവർക്കറിയാം 15 ദിവസത്തോളം വീട്ടിൽ നിന്ന് മാറി നിൽക്കണം. ബുള്ളറ്റ് വണ്ടി, ഫിറ്റായിട്ടുള്ളൊരു ബുള്ളറ്റ് വണ്ടി വേണം. അപ്പോൾ അത് എല്ലാവരും ഫിറ്റ് ആവണമെന്നില്ല. അത് ഫിറ്റ് ആക്കാൻ വേണ്ടി ഒരു സർവീസ് സ്റ്റേഷനിൽ കയറ്റിയാൽ എത്ര രൂപ ചിലവ് വരും? അതെ അതെ. റൈഡ് ഗിയർസ് ഒക്കെ കൂടി ഒരു 10,000-10,000 രൂപ ചിലവ് വരും. ട്രാവലിന് ഏതാണ്ട് ഒരു 30,000 രൂപ വരും. ഏതാണ്ട് ഒരാൾ ഒരു 50,000-ഓ 60,000-ഓ രൂപ കയ്യിൽ നിന്ന് എടുക്കണം. ഇനി കയ്യിൽ നിന്ന് എടുക്കുന്ന എന്തിനാ? ഒരു പക്ഷേ ഈ പോകുന്ന യാത്ര അപകടകരമായിട്ടുള്ള യാത്രയാണ്. അതെ, ബൈക്ക് യാത്ര 100% അപകടകരമായ യാത്രയാണ്. എവിടെ ഓടിച്ചാലും, നമ്മുടെ ടെറൈനും അങ്ങനത്തെയാണ്. എവിടെ ഓടിച്ചാലും, സാധാരണ നിലത്ത് ഓടിച്ചാൽ തന്നെ ബൈക്ക് യാത്ര 100% ഫേറ്റാലിറ്റി എന്നാ പറയാം. അതെ അതെ. വീണ് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും എന്തെങ്കിലും പറ്റും. ഡയറക്റ്റ് ബോഡി കോൺടാക്ട് ആണ്. അതെ, ഡയറക്റ്റ് ബോഡി കോൺടാക്ട്. അപകടം പിടിച്ചൊരു യാത്രയാണ് അത്. ഇത്രയും ദൂരം 3600 കിലോമീറ്റർ, പലതരം സാഹചര്യങ്ങളിലൂടെ, വെതർ കണ്ടീഷൻസിലൂടെ, കിടക്കാനൊക്കെ എവിടെയാ സ്ഥലം ഒന്നും അറിയില്ല. അതൊക്കെ സന്നദ്ധ സംഘടനകളൊക്കെ ചേർന്നിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഹോട്ടൽസ് റൂം എടുത്തിട്ടൊന്നുമല്ല. ഇങ്ങനെ വരാൻ കുറച്ച് ചെറുപ്പക്കാർ മാത്രമല്ല കേട്ടോ, തയ്യാറായി. കുട്ടികൾ, എന്നുവെച്ചാൽ കുട്ടികളെയും കൂട്ടി വരാമെന്ന് പറഞ്ഞവർ, ചെറുപ്പക്കാർ, പലതരം ജോലി സാഹചര്യത്തിലുള്ള സ്ത്രീകൾ, പുരുഷന്മാർ, ട്രാൻസ്ജെൻഡേഴ്സ്, അങ്ങനെ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളും ഭാരതം എന്നൊരു വികാരത്തിനോട് ഒത്തു നിൽക്കുന്നു എന്നുള്ളത് ഒരു വലിയ ഒരു തിരിച്ചറിവ് കൂടിയായിരുന്നു എനിക്ക്. നമ്മൾ ഈ 100 പേരിൽ എത്ര പുരുഷന്മാരുണ്ട്, എത്ര സ്ത്രീകളുണ്ട്? 15 സ്ത്രീകളാണെന്നാണ് എൻ്റെ ഏജ് ഗ്രൂപ്പ്. എങ്ങനെയാ ഏജ് ഗ്രൂപ്പ്? പല ഏജ് ഗ്രൂപ്പാണ്. വളരെ ഒരു 65 വയസ്സൊക്കെ കഴിഞ്ഞ 65 വയസ്സ് കഴിഞ്ഞവരുണ്ട്. റൈഡ് ചെയ്യാൻ തയ്യാറായിട്ട് വരുന്ന ബാംഗ്ലൂരിൽ നിന്നൊക്കെ ഒരാൾ. അത് ശരി. ചെറിയ പ്രായം ഒരു 20കൾക്ക് മേലെയാണ് എല്ലാവരും. സ്ത്രീകളുണ്ട്. നമ്മുടെ ഒരു മലയാളി ക്രോസ് സെക്ഷൻ തന്നെയുണ്ട്. മലയാളി ക്രോസ് സെക്ഷൻ ഉണ്ട്. എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളുണ്ട്. ഞങ്ങൾ എല്ലാവരും ഇത്രയും കാശ് ചിലവാക്കണമെങ്കിൽ ആ ആളുകളെല്ലാവരും സാമാന്യം സാമ്പത്തിക സുസ്ഥിരതയുള്ള ആളുകളാവണം. പക്ഷെ അങ്ങനെയൊന്നുമല്ല. കർഷകരുണ്ട്, IT പ്രൊഫഷണൽസ് ഉണ്ട്, അധ്യാപകരുണ്ട്, വിദ്യാർത്ഥികളുണ്ട്, തൊഴിലില്ലാത്തവരുണ്ട്. അപ്പം അങ്ങനെയൊക്കെ ഇതൊരു സൗഹൃദമാണ്, ഒരു സാഹോദര്യമാണ്. അപ്പം അങ്ങനെ സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്നവരുണ്ട്. നമ്മളെ കൂടെ യാത്ര ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യാനുള്ള ഒരു മെക്കാനിസം നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. സഹായം എല്ലാ സംസ്ഥാനങ്ങളിലും നെറ്റ്വർക്ക് ഒക്കെ ഉണ്ട്. നമുക്ക് വലിയ ഫണ്ടും ഒന്നും നമ്മൾ ആരോടും ചോദിച്ചു. എനിക്കറിയാം അതിൻ്റെ സാമ്പത്തിക സ്ഥിതി. കഴിഞ്ഞ ദിവസം നമ്മുടെ ടീമിലുള്ള കുറച്ച് പേരുമായിട്ട് ഞാനൊരു കോഫിയെ കുടിച്ചിരുന്നിരുന്നു. അത് എനിക്ക് മനസ്സിലായി. നമ്മളൊരു ഫണ്ട് ചോദിച്ചിട്ടേ ഇല്ല. ചോദിക്കാത്ത എന്താന്ന് വെച്ചാൽ, ഭാരതത്തിന് വേണ്ടി എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ അത് വേറൊരാളോട് വാങ്ങിയിട്ട് ചെയ്യേണ്ട എന്നുള്ളൊരു ചിന്തയായിരുന്നു. ഫണ്ട് കിട്ടിയാൽ ഒരുപാട് പേരെ നമുക്ക് സപ്പോർട്ട് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. വേണ്ടാന്ന് പറയല്ല ഞാൻ. പക്ഷേ അങ്ങനെ ആദ്യമേ തന്നെ അങ്ങനെ ഒരു ചിന്തയിലേക്ക് പോയിട്ടില്ല. ഫണ്ടിന് വേണ്ടിയല്ല, അത് ചെയ്യാൻ വേണ്ടി. അതെ, ചെയ്യാൻ. ഇപ്പോൾ നമ്മുടെ ഗവർണറെ കണ്ടു, രാജീവ് ചന്ദ്രശേഖരെ കണ്ടു എന്നൊക്കെ പറയുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു അവരുടെ പ്രതികരണം? രാജീവ് ചന്ദ്രശേഖർജി വളരെ അത്ഭുതപ്പെടുത്തുന്ന ഒരു പ്രതികരണമായിരുന്നു. അദ്ദേഹം കണ്ട ഉടനെ പറഞ്ഞു, അദ്ദേഹം റൈഡറാണ്, ഞാനും കൂടെ വരായിരുന്നു, നിങ്ങൾ പോകുന്ന വഴി എനിക്ക് പറഞ്ഞാൽ ഞാൻ എവിടെയും വെച്ച് ജോയിൻ ചെയ്യാം. അങ്ങനെ പറഞ്ഞു അല്ലേ? പറഞ്ഞു. അങ്ങനെ ജോയിൻ ചെയ്യാം. RC പറഞ്ഞാൽ RC ചെയ്യും പറഞ്ഞാൽ ചെയ്യും. അത് മാത്രമല്ല, അദ്ദേഹം ഒരു 5-10 മിനിറ്റ്, പരമാവധി 10 മിനിറ്റ് ഞങ്ങൾ സംസാരിച്ചിട്ടുള്ളൂ. പക്ഷെ ആ 10 മിനിറ്റിൻ്റെ ഉള്ളിൽ ഞങ്ങളെ 90% കാര്യങ്ങളും അദ്ദേഹം അഡ്രസ്സ് ചെയ്തു. പല സോഷ്യൽ മീഡിയ നെറ്റ്വർക്കുകളുമായിട്ടും മീഡിയ നെറ്റ്വർക്കുകളായിട്ടും അദ്ദേഹം ഒരു പോസ്റ്റ് കിട്ടുമോ നിങ്ങളുടെ ചിത്രങ്ങൾ? അതിനുശേഷം വലിയ ഒരു സ്വീകാര്യത അതിന് കിട്ടി. അപ്പം നമ്മളിത് ആരംഭിച്ച സമയത്ത് അതിനെ കളിയാക്കിയ ആളുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ കരുതിയത് ചിലപ്പോൾ നമ്മൾ പോകൂലായിരിക്കും, ഇത് വെറുതെ ഒരു തമാശക്കളിയായിരിക്കും, അല്ലെങ്കിൽ അറ്റൻഷൻ സീക്കിംഗ് ആയിരിക്കാം. അറ്റൻഷൻ സീക്കിങ്ങിന് വേണ്ടി ചെയ്യേണ്ട കാര്യമല്ലല്ലോ ഇത്. ഗവർണർ എന്ത് പറഞ്ഞു? ഗവർണർ ഇദ്ദേഹത്തെ പോലെ തന്നെ അദ്ദേഹം ഒരു റൈഡറാണ്. അതെയോ? എല്ലാവർക്കും അറിയുമെന്ന് അറിഞ്ഞൂടാ. അദ്ദേഹം പറഞ്ഞു ഞാനൊരു റൈഡറാണ്. ഞാൻ പറഞ്ഞു അങ്ങ് ഞങ്ങളോടെ കൂടുവന്നാൽ പ്രോട്ടോക്കോളൊന്നും നോക്കാതെ പറഞ്ഞു പോയതാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു കൂടാം, പക്ഷെ പ്രോട്ടോക്കോൾ അനുവദിക്കില്ല, ഗവർണർക്ക് നമ്മളോട് റൈഡ് ചെയ്യാൻ പറ്റുമെന്ന് അറിഞ്ഞൂടാ. അദ്ദേഹം വലിയ താല്പര്യപ്പെട്ടു. അദ്ദേഹം ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും ചോദിച്ച് മനസ്സിലാക്കി. എന്ത് സഹായമാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ എന്നോടൊന്ന് പറഞ്ഞാൽ മതി, പോകുന്ന വഴിയിലൊക്കെ വേണ്ട കാര്യങ്ങൾ ഞാൻ ചെയ്തു തരാം എന്നൊക്കെ പറഞ്ഞു. ഇതൊരു ഭൗതികമായ യാത്രയാണോ അതോ അതിനൊരു ആത്മീയാംശമുണ്ടോ? തീർച്ചയായിട്ടും ഇതിനൊരു ആത്മീയാംശം. എങ്ങനെ? കാരണം ലോകത്ത് ഭാരതത്തിന് മാത്രം ഒരു പ്രത്യേകത ഉണ്ട് എന്ന് നമ്മൾ പറയുന്ന ഒന്ന്, ഭാരതം മോക്ഷഭൂമിയാണ്.
ഇപ്പോൾ ഭാരതത്തെ നമ്മളൊരു രാഷ്ട്ര ശരീരമായിട്ടാണ് കാണുക. രാഷ്ട്ര ശരീരം എന്നാണ് നമ്മൾ ഉപയോഗിക്കുന്ന വാക്ക്. അതായത് നമ്മുടെ ശരീരം എങ്ങനെയാണോ അതുപോലെയാണ് ഭാരത രാഷ്ട്രം. അതുകൊണ്ടാണ് ഭാരതമാതാവ് എന്ന് പറയുമ്പോൾ ഒരു രൂപത്തെ നമ്മൾ അവിടെ കാണുന്നത്. ഇപ്പോൾ കാൽപാദം കന്യാകുമാരി ആണെങ്കിൽ ശിരസ് തീർച്ചയായിട്ടും കാശ്മീരാണ്. ഞങ്ങളുടെ യാത്രയ്ക്ക് ആകസ്മികമായി വന്ന് ഭവിച്ച ഒരു ഇതുണ്ട്. 3 റൂട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു റൂട്ടുണ്ട്. ഒരു റൂട്ട് കൊങ്കൺ വഴിയുള്ള റൂട്ടാണ്, അടുത്ത റൂട്ട് കൊറമാൻഡൽ കോസ്റ്റ് വഴിയുള്ള റൂട്ടാണ്, അടുത്ത റൂട്ട് സെൻട്രൽ റൂട്ടാണ്. ഈ കാലഘട്ടം മൺസൂൺ കാലഘട്ടമാണ് അല്ലേ, മൺസൂൺ തുടങ്ങിക്കഴിഞ്ഞു. അപ്പോൾ കൊങ്കൺ കോസ്റ്റ് മൺസൂൺ അടിക്കുന്നതുകൊണ്ട് അതിലേ പോകാൻ പറ്റും, വലിയ പ്രശ്നമാണ്, മണ്ണിടിച്ചിലും ഒക്കെ. അതെ, കൊറമാൻഡൽ കോസ്റ്റ് നമുക്ക് ദൂരത്തിൻ്റെയും മറ്റ് സൗകര്യങ്ങളുടെയൊക്കെ കാരണം കൊണ്ട് അത് ഒഴിവാക്കേണ്ടി വരും. പിന്നെ നമുക്ക് പോകാൻ പറ്റുന്നത് സെൻട്രൽ പാത്താണ്. ഇപ്പോൾ മനുഷ്യ ശരീരത്തിൽ ഇത് ഇടാ പിങ്കല സുഷുമ്ന എന്നാണെങ്കിൽ ഞങ്ങളൊരു സുഷുമ്നയിലൂടെയാണ് സഞ്ചരിക്കുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇതൊക്കെ ആകസ്മികമായി സംഭവിച്ചാണ്, അങ്ങനെ പ്ലാൻ ചെയ്തു എന്നല്ല പറയുന്നത്. കാലടിയിൽ നിന്ന് ശങ്കര ജന്മസ്ഥാനത്ത് നിന്ന് ശാരദ വരെ നമ്മൾ സഞ്ചരിക്കുന്നത് ഭാരതത്തിൻ്റെ രാഷ്ട്ര ശരീരത്തിലൂടെയാണ്. വിവേകാനന്ദ സ്വാമി അദ്ദേഹത്തിൻ്റെ ദിഗ്വിജയം തന്നെ വിളിക്കാം, അദ്ദേഹം പോയ വഴിയാണെന്ന് പറയാം. അങ്ങനെ പറയാൻ പറ്റില്ല, ഇല്ല അങ്ങനെ പറ്റില്ല. ഷിക്കാഗോ പ്രഭാഷണത്തിന് മുമ്പ് അദ്ദേഹം ചെയ്തത് ഭാരതം മുഴുവൻ കറങ്ങുക എന്നുള്ളതാണ്. ഭാരതത്തിൽ എല്ലാ സന്യാസ പാരമ്പര്യത്തിലും ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു യോഗിയാവണമെങ്കിൽ പല മാർഗങ്ങളിലായാലും ഒന്ന് ഭാരത പരിക്രമണമാണ്. ഭാരത പരിക്രമണം ചെയ്തിട്ട് വരണം. സിസ്റ്റർ നിവേദിതയോട് വിവേകാനന്ദ സ്വാമി പറയുന്നുണ്ട്, നിനക്ക് ആധ്യാത്മികതയുടെ ബാലപാഠങ്ങൾ അറിയണമെങ്കിൽ നീ ഭാരത പര്യടനം കഴിഞ്ഞു വരൂ, ഭാരത പരിക്രമണം ചെയ്ത് വരാൻ പറയും. അപ്പോൾ ഭാരത പരിക്രമണം ഒരു മനുഷ്യന് ഒരു ജീവിതത്തിൽ സംഭവിക്കാവുന്ന ഏറ്റവും വലിയ പുണ്യമാണ്. ഭാരതത്തിൻ്റെ രാഷ്ട്ര ശരീരത്തിലൂടെ സഞ്ചരിക്കാൻ പറ്റുന്ന ഭാഗ്യം എത്ര പേർക്ക് ഉണ്ടായിട്ടുണ്ടാവും? വളരെ കുറച്ച് പേർക്ക് അല്ലേ, 1% ആളുകൾക്ക് പോലും ഇന്ത്യ മുഴുവൻ കാണാൻ കഴിഞ്ഞിട്ടില്ല. പ്രത്യേകിച്ച് നമ്മൾ ട്രെയിനിലല്ല, ബസ്സിലല്ല, അല്ലെങ്കിൽ കാറിലല്ല, അതിൻ്റെ കാറ്റും വെളിച്ചവും ചൂടും മണവും മണവും എല്ലാം അനുഭവിച്ചുകൊണ്ട് പോകുന്നൊരു യാത്രയാണ്. അത് തീർച്ചയായിട്ടും ഒരു ആത്മീയമായ യാത്രയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതങ്ങനെ തന്നെയാണ്. ഇപ്പോൾ നിലവിൽ എന്തെങ്കിലും പ്രതിസന്ധികളുണ്ടോ? യാത്ര ദിവസങ്ങളേ ഉള്ളൂ, ഇനിയൊരു 3-4 ദിവസത്തിനുള്ളിൽ യാത്ര ആരംഭിക്കും. നിലവിൽ ഇതുവരെ യാതൊരു പ്രതിസന്ധികളുമില്ല. ഇതുവരെ ഗവൺമെൻറ് മെക്കാനിസം ഒന്നും നമ്മളോട് എതിർത്തൊന്നും സംസാരിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. അനുകൂലമായിട്ടേ സംസാരിച്ചിട്ടുള്ളൂ. സുരക്ഷാ പ്രശ്നങ്ങൾ ഇതുവരെ നമ്മളൊന്നും അറിയിച്ചിട്ടില്ല. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരെ മീൻവൈൽ യാത്രയുടെ ഇടയിലൊക്കെ ആയിട്ട് കാശ്മീർ സർക്കാരുമൊക്കെ ആയിട്ട് നമ്മൾ ബന്ധപ്പെട്ടു എല്ലാവർക്കും നമ്മൾ മെയിൽ അയച്ചിട്ടുണ്ട്. എല്ലാവർക്കും നമ്മുടെ ഒഫീഷ്യലായിട്ടുള്ള മെയിൽ അയച്ചിട്ടുണ്ട്, ഇൻഫോം ചെയ്തിട്ടുണ്ട്. പിന്നെ കാശ്മീരിൽ പെൽഗാം ആക്രമണം ഉണ്ടായ പിറ്റേ ദിവസം പോലും കാശ്മീരിലെ ടൂറിസം നിർത്തിയിട്ടില്ല. നമ്മൾ ഭീകരവാദികളോട് സന്ധി ചെയ്തുകൊണ്ട് ടൂറിസം നിർത്താൻ പറ്റില്ല എന്നുള്ളത് കാശ്മീർ സർക്കാരിൻ്റെ തന്നെ നിലപാടാണ്. അതെ, ഇന്നലെ മുഖ്യമന്ത്രി സൈക്കിളിൽ സഞ്ചരിച്ചു. അതൊരു ധൈര്യമാണ്. അതെ, അത് ഭാരതത്തിൽ, പുതിയ ഭാരതത്തിൽ നമുക്ക് അങ്ങനെ സഞ്ചരിക്കാൻ പറ്റണം. ഇനി അങ്ങനെ വരാൻ പറ്റില്ല എന്ന് പറഞ്ഞാലാണ് പ്രശ്നം. അങ്ങനെ വരാൻ പറ്റണം, അങ്ങനെ പോകാൻ പറ്റണം, അതാണ് കാര്യം. ഏതായാലും എനിക്ക് ഗിയറുള്ള 2 വീലർ ഓടിക്കാൻ അറിയില്ല, അല്ലെങ്കിൽ ഞാനും വന്നേരെ. ഏതായാലും എല്ലാ ആശംസകളും. ബുള്ളറ്റുകൾ കൊണ്ട് മാത്രമല്ല, നമ്മുടെ ചങ്കുറപ്പ് കൊണ്ടുകൂടിയാണ് മറുപടി പറയുന്നത്. രമാനന്ദ് ജിക്ക്, നിങ്ങളുടെ ടീമിന്, ABC മലയാളത്തിൻ്റെ എല്ലാ ആശംസകളും. നമ്മുടെ ഫ്ലോറിൽ വന്നതിന് നന്ദി, സന്തോഷം, സ്നേഹം. യാത്രയ്ക്ക് ശേഷം ഉറപ്പായും ആ യാത്രാനുഭവങ്ങൾ പങ്കുവെക്കാൻ നമ്മളോട് വരണം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമുക്കെല്ലാവർക്കും ഇവരുടെ 100-അംഗ സംഘത്തിന് നമ്മുടെ ഹൃദയം നിറഞ്ഞ അഭിവാദ്യങ്ങളും ആശംസകളും പ്രാർത്ഥനകളും നേരാം. നമസ്കാരം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.